നമസ്കാരം. ഇറാന്റെ മിസൈലുകൾ ഇസ്രായേൽ തീരത്തേക്ക് തീഗോളമായി മാറി. ഇസ്രായേലിനെ ചുട്ടരിച്ച ഇറാന്റെ ഡാൻസിംഗ് മിസൈലുകൾ. പ്രതിരോധ മതിലുകൾ ഭേദിച്ച് ഇറാന്റെ ഡാൻസിംഗ് മിസൈൽ പശ്ചിമേഷ്യയിൽ യു എസ് താവളങ്ങൾ കനത്ത ജാഗ്രതാ നിർദ്ദേശം നൽകേണ്ട തരത്തിലേക്ക് എത്തപ്പെടുന്നുണ്ട് എങ്കിൽ എത്രത്തോളം രൂക്ഷമാണ് ഇറാന്റെ ആക്രമണം എന്നുള്ളതാണ്. പശ്ചിമേഷ്യയിലെ അമേരിക്കൻ സൈനിക താവളങ്ങളെയും ഇസ്രായേൽ ലക്ഷ്യങ്ങളെയും ലക്ഷ്യമാക്കിക്കൊണ്ടുള്ള ഇറാൻ അത്യാധുനികമായിട്ടുള്ള ബാലിസ്റ്റിക് മിസൈലുകൾ വിക്ഷേപിച്ചിരിക്കുന്നു. ഫെബ്രുവരി 28-ന് ആരംഭിച്ച യുദ്ധത്തിൽ ആദ്യമായിട്ടാണ് ഇറാൻ തങ്ങളുടെ ഏറ്റവും കരുത്തുറ്റ സെജ്ജിൽ എന്ന് പറയപ്പെടുന്ന മിസൈലുകൾ പ്രയോഗിക്കുന്നത്. ഓപ്പറേഷൻ ടു പ്രോമിസസ് 4 എന്ന പേരിട്ടിരിക്കുന്ന സൈനിക നടപടിയുടെ 54-ാം ഘട്ടത്തിന്റെ ഭാഗമായിട്ടാണ് ഇറാൻ ഈ വിനാശകാരിയായിട്ടുള്ള മിസൈലുകൾ പ്രയോഗിച്ചത് എന്നുള്ളതാണ്. ബഹ്റൈൻ, ഖത്തർ, UAE, കുവൈറ്റ്, ജോർദാൻ, സൗദി അറേബ്യ എന്നിവിടങ്ങളിലെ US സൈനിക താവളങ്ങൾക്ക് നേരെയാണ് അത്തരത്തിലുള്ള ആക്രമണം ഉണ്ടായിരിക്കുന്നത്. ഇതിനു പുറമെ ഇസ്രായേലിലെ പ്രധാന സൈനിക കേന്ദ്രങ്ങൾ അടക്കം ഇറാൻ ലക്ഷ്യമിട്ട് കഴിഞ്ഞു. 2000 മുതൽ 2500 കിലോമീറ്റർ വരെ ദൂരപരിധിയുള്ള സെജ്ജിൽ മിസൈലുകൾക്ക് കര ഇന്ധനമാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഇവ വിക്ഷേപിക്കാൻ സാധിക്കും. മിസൈലിന് ഏകദേശം 18 മീറ്റർ നീളവും 1.25 മീറ്റർ വ്യാസവുമുണ്ട്. ശത്രുക്കളുടെ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളെ വെട്ടിച്ചു കടക്കുവാൻ ശേഷിയുള്ളതിനാൽ ഈ മിസൈലിനെ ഡാൻസിംഗ് മിസൈൽ എന്ന് വിശേഷിപ്പിക്കുന്നു. 1990കളുടെ തുടക്കത്തിലാണ് സെജ്ജിൽ മിസൈലിന്റെ രൂപകൽപ്പന ആരംഭിച്ചത്. 2008-ലായിരുന്നു ആദ്യ പരീക്ഷണ വിക്ഷേപണം. ഫെബ്രുവരി 28-ന് അമേരിക്കയും ഇസ്രായേലും സംയുക്തമായിട്ട് നടത്തിയ ആക്രമണത്തിൽ ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനി ഉൾപ്പെടെയുള്ള പ്രമുഖർ കൊല്ലപ്പെടുന്നു. ഇതിന് തിരിച്ചടിയായിട്ടാണ് ഇറാൻ ഇപ്പോൾ ശക്തമായിട്ടുള്ള ആക്രമണം അഴിച്ചുവിട്ടിരിക്കുന്നത്. പശ്ചിമേഷ്യയിലെ യുദ്ധം അതീവ ഗുരുതരമായിട്ടുള്ള സാഹചര്യത്തിലേക്ക് നീങ്ങുകയാണ് എന്നുള്ള റിപ്പോർട്ടുകളാണ് സൂചിപ്പിക്കുന്നത്. ഇസ്രായേലിന്റെ വിഖ്യാതമായിട്ടുള്ള അയൺ ഡോം പ്രതിരോധ സംവിധാനങ്ങളെയും അമേരിക്കൻ യുദ്ധക്കപ്പലുകളെയും ഒക്കെ നിഷ്പ്രഭമാക്കാൻ ശേഷിയുള്ള അത്യാധുനിക ബാലിസ്റ്റിക് മിസൈലുകളാണ് ഇറാൻ വിക്ഷേപിച്ചുകൊണ്ടിരിക്കുന്നത്. വായുവിൽ വെച്ച് അപ്രതീക്ഷിതമായിട്ട് ദിശ മാറി സഞ്ചരിക്കാൻ കഴിയുന്നതിനാൽ പ്രതിരോധ സംവിധാനങ്ങൾക്ക് അവയെ കണ്ടെത്തുക അസാധ്യമാണ് എന്നുള്ളതാണ്. ഈ പ്രത്യേകത കാരണം തന്നെയാണ് ഈ പ്രതിരോധ വിദഗ്ധരടക്കം ഇത്തരത്തിലുള്ള മിസൈലുകളെ ഡാൻസിംഗ് മിസൈലുകൾ എന്ന് വിശേഷിപ്പിക്കുന്നത് വിളിക്കുന്നത്. ഇറാൻ തന്നെ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത സെജ്ജിൽ എന്ന ബാലിസ്റ്റിക് മിസൈലാണ് ഈ പരീക്ഷണത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഞാൻ ആദ്യം സൂചിപ്പിച്ച ഖര ഇന്ധനം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഈ മിസൈലിന് നിരവധി പ്രത്യേകതകളുണ്ട്. സാധാരണയുള്ള ബാലിസ്റ്റിക് മിസൈലുകൾ ഒരു നിശ്ചിത പാതയിലൂടെയാണ് സഞ്ചരിക്കുന്നത്. എന്നാൽ സെജ്ജിൽ മിസൈലുകൾക്ക് യാത്രാമധ്യേ ദിശ മാറ്റാൻ സാധിക്കുമെന്നുള്ളതാണ്. ഇത് ശത്രു രാജ്യങ്ങളുടെ റഡാറുകളെയും മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളെയും കബളിപ്പിക്കുവാൻ സഹായിക്കുകയും ചെയ്യുന്നു. പശ്ചിമേഷ്യൻ യുദ്ധം എന്ന് പറയപ്പെടുന്ന 16-ാം ദിവസത്തിലേക്ക് കടന്നു കഴിഞ്ഞപ്പോൾ നിർണായകമായിട്ടുള്ള ഘട്ടത്തിലാണ് ഇറാന്റെ ശക്തി പ്രകടനം എന്ന് പറയപ്പെടുന്നത്. ഫെബ്രുവരി 28-നാണ് നിലവിൽ ഈ സംഘർഷങ്ങളെല്ലാം ആരംഭിക്കുന്നത്. ഇറാന്റെ 86 വയസ്സുള്ള പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനി കൊല്ലപ്പെട്ടതോടെയാണ് മിഡിൽ ഈസ്റ്റിലെ സംഘർഷം വൻതോതിലുള്ള ഒരു യുദ്ധമായി മാറിയത്. ഇറാൻ ഇസ്രായേലിന് നേരെയും ഗൾഫ് രാജ്യങ്ങളിലെ US സൈനിക താവളങ്ങൾക്ക് നേരെയും അതിശക്തമായിട്ടുള്ള ആക്രമണമാണ് ഇപ്പോൾ അഴിച്ചുവിട്ടിരിക്കുന്നത്. യുദ്ധത്തിൽ ഇതിനകം 2000-ത്തിലധികം പേർ കൊല്ലപ്പെട്ടതായിട്ടുള്ള ഔദ്യോഗിക കണക്കുകൾ വരുമ്പോഴും ഇതിൽ ഭൂരിഭാഗവും ഇറാനിലുള്ളവരാണ് എന്നുള്ളതാണ്. ഇസ്രായേലും അമേരിക്കയും സംയുക്തമായിട്ട് ഇറാന്റെ സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമായിട്ട് ആക്രമണം തുടരുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ ഈ ഇസ്രായേലിന്റെ അഭിമാനമായിട്ടുള്ള അയൺ ഡോം പ്രതിരോധ സംവിധാനത്തെയും അമേരിക്കയുടെ അത്യാധുനികമായിട്ടുള്ള പാട്രിയറ്റ് മിസൈലുകളെയും ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഇറാന്റെ ഈ ഡാൻസിംഗ് മിസൈലുകൾ വളരെ കൃത്യമായിട്ടുള്ള ലക്ഷ്യസ്ഥാനത്തേക്ക് പതിക്കുന്നു എന്നുള്ളതും അവിടെയൊക്കെ തീഗോളമാക്കി മാറ്റുന്നു എന്നുള്ള പ്രത്യേകത കൂടിയുണ്ട്. ഇസ്രായേലിനെയും അമേരിക്കയും ചുട്ടരിക്കാൻ പോകുന്ന കരുത്ത് ഇറാന്റെ ഈ മിസൈലുകൾക്കുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. കുറഞ്ഞ ചെലവിൽ നിർമ്മിക്കുന്ന ഈ മിസൈലുകളെ തകർക്കാൻ ലക്ഷക്കണക്കിന് ഡോളർ വിലമതിക്കുന്ന പ്രതിരോധ മിസൈലുകൾ അമേരിക്കയ്ക്ക് പ്രയോഗിക്കേണ്ടി വരുന്നു. ഇത് അമേരിക്കയുടെയും സഖ്യകക്ഷിയുടെയും സാമ്പത്തികമായിട്ടുള്ള അടിത്തറയെ പോലും ബാധിക്കുമെന്ന ആശങ്ക വളരെ കൃത്യമായിട്ട് അമേരിക്കയ്ക്ക് അടക്കം മനസ്സിലാകുന്നുണ്ട്. അമേരിക്കയുമായിട്ട് ജനീവയിൽ ആണവ ചർച്ചകൾ പുരോഗമിക്കുന്നതിനിടെയാണ് ഇത്തരം സൈനിക അഭ്യാസങ്ങളും മിസൈൽ പരീക്ഷണങ്ങളും നടക്കുന്നത് എന്നത് ശ്രദ്ധേയമാണ്. ഒരു ശക്തിക്കും തങ്ങൾ കീഴടങ്ങില്ല എന്ന വ്യക്തമായിട്ടുള്ള സന്ദേശമാണ് ഇതിലൂടെ ഇറാൻ ലോകത്തിന് നൽകുന്നത് എന്നത്. ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള എണ്ണക്കപ്പലുകളുടെ യാത്രയ്ക്കും ഈ സംഘർഷം കനത്ത ഭീഷണി ഉയർത്തുന്നു. തങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കപ്പെട്ടില്ലെങ്കിൽ ഈ ജലപാത തടയുമെന്ന് ഇറാൻ നേരത്തെ തന്നെ മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇത് ആഗോള വിപണിയിൽ എണ്ണവില വർദ്ധിപ്പിക്കുന്നതിനൊപ്പം തന്നെ വലിയ സാമ്പത്തിക പ്രതിസന്ധിക്കും കാരണമാകുന്നു എന്നുള്ളതാണ്. ചുരുക്കത്തിൽ ഇറാന്റെ പുതിയ മിസൈൽ പരീക്ഷണം പശ്ചിമേഷ്യയിലെ യുദ്ധത്തിന്റെ ഗതി മാറ്റാൻ പോകുന്നതാണ്. സൈനിക ബലത്തിൽ മുൻപന്തിയിലുള്ള അമേരിക്കയെയും ഇസ്രായേലിനെയും സാങ്കേതികമായിട്ട് വെല്ലുവിളിക്കുവാനാണ് ഇറാൻ ഇതിലൂടെ ലക്ഷ്യമിടുന്നത് എന്നതാണ്. ഇറാൻ ഇസ്രായേലിനും ഗൾഫ് രാജ്യങ്ങളിലെ US സൈനിക താവളങ്ങൾക്ക് നേരെ ആക്രമണം അഴിച്ചുവിടുന്ന സാഹചര്യത്തിൽ ഇസ്രായേലും അമേരിക്കയും ഇറാനിയൻ കേന്ദ്രങ്ങൾ ആക്രമിക്കുന്നത് തുടർന്നുകൊണ്ടേയിരിക്കുന്നു. യുദ്ധത്തിൽ ഇതിനകം തന്നെ 2000-ത്തിലധികം പേർ കൊല്ലപ്പെട്ടതായുള്ള റിപ്പോർട്ടുകൾ വരുമ്പോൾ അവരിൽ ഭൂരിഭാഗവും ഇറാനികളാണ് എന്നുള്ളത് ശ്രദ്ധേയമാണ്. പക്ഷെ അപ്പോഴും തകർന്നു കൊടുക്കുവാനോ തളർന്നു വീഴുവാനോ കഴിയാതെ മുന്നോട്ട് പോകുന്ന ഇറാനെ നമുക്ക് കാണേണ്ടി വരുന്നു. തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത മിസൈൽ ആക്രമണം നടത്തുവാൻ അവരെ പ്രേരിപ്പിക്കുന്നതും ഇതേ ഇസ്രായേലും ഒപ്പം തന്നെ അമേരിക്കയുമാണ് എന്നുള്ള കാര്യത്തിൽ തർക്കവുമില്ല. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ഇറാന്റെ മിസൈലുകൾ ഇസ്രായേൽ തീരത്ത് തീഗോളമായി പതിക്കുന്ന കാഴ്ച ചെറുതായി കാണരുത്. അത് ഗൗരവമായ ഒരു വിഷയം തന്നെയാണ്. ഇസ്രായേലിനെ ചുട്ടരിച്ച ഇറാന്റെ ഡാൻസിംഗ് മിസൈലുകൾ
ഇനിയും വരാൻ പോകുന്ന ദിവസങ്ങളിൽ വലിയ ആപത്തുകൾ അമേരിക്കയ്ക്ക് അടക്കം നൽകാൻ പോകുന്നു എന്നുള്ളതിന്റെ സൂചനകളാണ് ഇത്തരത്തിലുള്ള ആക്രമണം.